കോഴിക്കോട് നിപ ബാധിതന്റെ നില അതീവ ഗുരുതരം. സമ്പർക്ക പട്ടികയിൽ 77 പേർ, 58 പേർ ആരോഗ്യ പ്രവർത്തകർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. മാസപ്പടി കേസിൽ വീണ ടിക്ക് വീണ്ടും ഇഡി സമൻസ്. ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. പുതിയ സമൻസ് ഇന്ന് ഹാജരാകുന്നതിൽ അവധി ചോദിച്ച സാഹചര്യത്തിൽ 17-ന് എത്തുമോ എന്നതിൽ ആകാംക്ഷ. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക നടപടിയുമായി ഹൈക്കോടതി. അതിജീവിതയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ച് ഹൈക്കോടതി. മെമ്മറി കാർഡും പെൻഡ്രൈവും കോടതിക്ക് കൈമാറണം. നിർദ്ദേശം നൽകിയത് വിചാരണ കോടതിക്ക്. അമ്മയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടിയുമായി അൻസിബ ഹസൻ. താൻ ചെയ്ത നിയമലംഘനങ്ങൾ എന്തൊക്കെയെന്ന് വ്യക്തമാക്കണം. സ്വീകരിച്ച നിയമ നടപടി വ്യക്തിപരമായി. നോട്ടീസിൽ വ്യക്തതക്കുറവുണ്ടെന്നും താരം. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി തുടരുന്നു. കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. നാളെ മുതൽ മഴയുടെ ശക്തി കുറയും. ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. അന്ത്യം ഡൽഹിയിൽ ചികിത്സയിലിരിക്കെ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം. യുവപ്രതിഭകളെ വാർത്തെടുത്ത ദീർഘദർശി. വിയോഗത്തിൽ അനുശോചിച്ച് രാജ്യം. അഹമ്മദാബാദ് വിമാന അപകടത്തിന് ഇന്ന് 1 വർഷം. റിപ്പോർട്ട് വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. പൈലറ്റുമാരുടെ സംഘടന കോടതിയിലേക്ക്. ദുരന്തത്തിൽ പൊലിഞ്ഞത് 260 ജീവനുകൾ. ചർച്ചകൾക്കിടയിലും അശാന്തമായി പശ്ചിമേഷ്യ. ഇറാനുമായി വലിയൊരു ഒത്തുതീർപ്പിലെത്തിയെന്ന് ട്രംപ്. ഹോർമുസ് വൈകാതെ തുറക്കുമെന്ന പ്രഖ്യാപനം. നീക്കം ഇറാനെ ഇല്ലാതാക്കുമെന്ന വീമ്പിന് പിന്നാലെ. ഫിഫ ലോകകപ്പിന് കിക്ക് ഓഫ്. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് മെക്സിക്കോ. 3 താരങ്ങൾക്ക് റെഡ് കാർഡ്. ചെക്ക് റിപ്പബ്ലിക്കിനെ വീഴ്ത്തി ദക്ഷിണ കൊറിയ.